ഇതെല്ലാം ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴായിരിക്കും ഇനി ഷൂട്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഇനി റിലീസ് ഡേറ്റ്സ് ഒക്കെ എന്താവും ഒന്നും ഒരു ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ ട്രൈങ് ടു സ്റ്റേ പോസിറ്റീവ്. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, ഒന്നാമത്തെ സ്റ്റേജാണ്. അങ്ങനെ ഒരു this year I wanted to come up with 6 or 7 movies as a producer. I had signed ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഷൻ ചേട്ടൻ്റെ പടം, ബൃന്ദ മാസ്റ്റർ പടം, ഒരു നല്ല തെലുങ്ക് പടം ഉണ്ടായിരുന്നു. ഹലോ, ഐ ആം മുകേഷ് മാധവ്. നിങ്ങളെല്ലാവരും ഈ ന്യൂസ് കേട്ടതുപോലെ തന്നെയാണ് ഞാനും ഈ ന്യൂസ് കേട്ടത്. കേട്ട് കഴിഞ്ഞപ്പോൾ സത്യമാകത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ പല മാധ്യമങ്ങളും പറയുന്നത് അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ ആദ്യഘട്ടമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മറുനാടൻ എന്ന് പറയുന്ന ചാനലെല്ലാം ഇപ്പോൾ ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് നമുക്ക് ഒരു മാസമായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇല്ല, അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് എന്തോ സുഖമില്ലായ്കയാണ് വന്നത്. അദ്ദേഹം തുടർച്ചയായി ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ വെച്ചാണ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നതും. പിന്നീട് ചെന്നൈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. നസ്കർ 73-ാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു, മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത്. വരുൺ ആർ എന്ന് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനൊരു ട്വീറ്റ് ചെയ്തു: ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ. കാരണം മമ്മൂക്കയെ പോലൊരാൾക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മദ്യപാനമില്ല, ഇപ്പോൾ സിഗരറ്റ് വലിയില്ല, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റുള്ള ഒരു വ്യക്തിയാണ്, ശരീരം നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ 5 മണിക്ക് ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു മനുഷ്യനൊക്കെ ക്യാൻസർ വരുമോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, സിഗരറ്റ് വലിച്ചാലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ക്യാൻസർ വരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. 60% ക്യാൻസർ ഇപ്പോഴും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും സയൻസിന് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മമ്മൂക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മുൻകാലങ്ങളിൽ പുക വലിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഏജാണ്. 60-65 വയസ്സ് കൂടുതലുള്ളവരിൽ ക്യാൻസർ വരാൻ സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ചോദിക്കാം, കുട്ടികളിൽ വരാറില്ലേ എന്ന്. കുട്ടികളിൽ വരാറുണ്ട്. അതാണ് പറഞ്ഞത്, 60% ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇപ്പോഴും അറിയത്തില്ല എന്ന് സയൻസ് തന്നെയാണ് പറയുന്നത്. He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിരവധി ആളുകൾ സംശയങ്ങൾ, വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദേത്ത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ എനി ലെജിറ്റിമേറ്റ് സ്കോപ്പ്. അപ്പോൾ വരുൺ മറുപടി ഇട്ടിരിക്കുന്നു: കോളൻ ക്യാൻസർ, പ്ലാനിംഗ് ടു ഗോ ടു US ഫോർ ട്രീറ്റ്മെന്റ് നൗ ഇൻ അപ്പോളോ ചെന്നൈ. കുടലിന് ക്യാൻസർ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ്. ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ്: മഹേഷ് നാരായണൻ പടം ഇക്കായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ്പോൺ ചെയ്തു എന്നുമൊക്കെയുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ. പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു. ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ്. ഇവിടെ പലർക്കും സംശയം തോന്നാനുള്ള കാരണമാണ് മഹേഷ് നാരായണന്റെ സിനിമയിലാണ് മമ്മൂട്ടി അവസാനമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അത് ഡ്രോപ്പ് ചെയ്ത് ഒരു മാസമായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് വേറൊരു വശവും പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്, സ്പോൺസേഴ്സിനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് അത് മുടങ്ങിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു? ക്യാൻസർ ബാധിതനാണോ? ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവെച്ചിട്ടുണ്ടോ? ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ? വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു. ഈ ഛർദ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ്. അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ്. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, ഒന്നാമത്തെ സ്റ്റേജാണ്. തുടർന്ന് ചെന്നൈ അപ്പോളോയിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ്. അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇതൊരു കാരണമാക്കി എടുത്തുകൊണ്ടാണ് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. മമ്മൂക്ക എവിടെ പോയി? മമ്മൂക്ക ഒരു മാസമായിട്ട് കാണുന്നില്ലല്ലോ. അങ്ങനെ തിരക്കുന്നതിൻ്റെ ഇടയിലാണ് സിനിമയിലുള്ള ഒരു പ്രവർത്തകൻ തന്നെ ഇങ്ങനെ എന്ന് പറയുന്നത്,
അദ്ദേഹത്തിന് കോളൻ ക്യാൻസറാണ്. അതിനുശേഷം അപ്പോളോ ആശുപത്രിയിലായിരുന്നു. ചിലർ പറയുന്നുണ്ട് അവിടെ തന്നെ റേഡിയേഷൻ ചെയ്യാനുള്ള പരിപാടിയാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ വരുൺ എന്ന് പറയുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട് എന്തായാലും അമേരിക്കയിലോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവർ പ്ലാൻ ചെയ്യുന്നതും അത് തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ദുൽഖറും ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് മടങ്ങി മമ്മൂക്കയുടെ അടുത്തേക്ക് വന്നു. അവിടെ ദുൽഖറിന്റെ പടവും പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ പറയുന്നത് സത്യമാണെങ്കിൽ മമ്മൂക്കയ്ക്ക് എന്തായാലും ശാരീരിക പ്രശ്നം കാണുമായിരിക്കാം. വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത്. അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പരന്നത്. വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി. ബയോപ്സിക്ക് അയച്ചു, അതും സ്ഥിരീകരിച്ചു. തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും. ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത്. മറ്റ് കീമോ അടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല. ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല. ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു. ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി. മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചാണ് ദുൽഖറിനെല്ലാം. അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖറും എത്തി. ഒരുപക്ഷെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് 2 സിനിമകളും പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. രണ്ടിടത്തു നിന്നും മമ്മൂക്കയും മാറി നിൽക്കുന്നു, അതുപോലെ തന്നെ ദുൽഖറും മാറി നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ മലയാളികൾക്ക് സംശയം തോന്നി. പലരും അത് ചോദ്യം ചെയ്തു. ഇപ്പോഴായിരിക്കാം ഇങ്ങനെയുള്ള വാർത്തകൾ വന്നത്, അതായത് മമ്മൂക്കയ്ക്ക് ക്യാൻസർ എന്നുള്ള വാർത്തകൾ വന്നത്. ആദ്യം ആളുകൾ വിശ്വസിച്ചത് ശരിയല്ല എന്ന് തന്നെയാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നതും ശരിയല്ല എന്ന് തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. പക്ഷെ പലരും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് മമ്മൂക്കയ്ക്ക് ക്യാൻസറിന്റെ തുടക്കമാണെന്നാണ് പറയുന്നത്. അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രി കാണിക്കുന്ന ഒരു കുഴപ്പവുമില്ല. ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ 2ാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും വരും. ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല. മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണാരോഗ്യവാൻ തന്നെയാണ്. എന്നാൽ ചില രോഗങ്ങളുണ്ട്, അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത്. അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ബ്രിട്ടനിലുള്ള 2 പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത്. അവരുടെ ഫണ്ടിങ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റു ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല, നേരെമറിച്ച് സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ സിനിമയുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. എന്തായാലും മമ്മൂട്ടി രോഗബാധിതനാണ് എന്നത് സത്യമാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ടതോ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല. ക്യാൻസറിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. റേഡിയേഷനിലൂടെ അത് സുഖപ്പെടും. ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മമ്മൂട്ടിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന മമ്മൂട്ടിയുടെ ഡേ ടു ഡേ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ചിലരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് ക്യാൻസർ എന്നൊക്കെ കേൾക്കുമ്പോൾ മലയാളികൾക്ക് എന്തായാലും അത് വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തയാണ്. എന്തായാലും ഞാനും ഇത് വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റെന്തെങ്കിലും അസുഖമായിരിക്കും, അദ്ദേഹം അതെല്ലാം റിക്കവർ ചെയ്ത് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ വാർത്തകളെല്ലാം പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ഏപ്രിൽ പകുതിയാകുമ്പോൾ അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇനിയും നിരവധി സിനിമകൾ കാണാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഇനിയാണ് വരാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകളൊന്നും സത്യമാകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹെൽത്ത് ഇല്ലെങ്കിൽ സൗന്ദര്യം, ഇതിനെയൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് മമ്മൂക്ക. ആ മമ്മൂക്കയ്ക്ക് തന്നെ ഇങ്ങനെ ആരോഗ്യ പ്രശ്നം ഉണ്ടായെന്നറിയുമ്പോൾ നാളെയൊക്കെ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ ആലോചിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും മമ്മൂക്ക തീർച്ചയായിട്ടും തിരിച്ചു വരണം. ഈ വാർത്ത സത്യമാവാതിരിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സി യു.